നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 23, 2026 തിങ്കൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപിന്റെ ടാരിഫ് നടപടികളെ തള്ളിക്കൊണ്ട് US കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന വിധിയെ തുടർന്ന് നിഫ്റ്റി 300 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇന്ന് മാർക്കറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്തെങ്കിൽ കൂടിയിട്ടും തുടർന്ന് മാർക്കറ്റിലുണ്ടായ ആശങ്കയുടെ ഫലമായിട്ട് ഇന്ന് നിഫ്റ്റിയിലാകെ 100 പോയിന്റുകളുടെ ഗ്യാപ്പ് അപ്പ് മാത്രമേ പ്രായോഗികമായി നമുക്ക് ലഭ്യമാകുകയും ചെയ്തുള്ളൂ. മാത്രമല്ല മാർക്കറ്റ് ഓപ്പൺ ആയി ഉടനടി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗിനെ തുടർന്നും ഗ്ലോബൽ ക്യൂസ് വീക്കായതിനെ തുടർന്നും മാത്രമല്ല തുടർച്ചയായി ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ IT മേഖലയിൽ അനുഭവപ്പെട്ട വീക്ക്നെസിന്റെ ഫലമായിട്ടും നേട്ടങ്ങൾ ഒരു പരിധിവരെ ചോർന്നു പോയെങ്കിലും നഷ്ടപ്പെട്ട പോയിന്റുകളൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും ഉച്ചതിരിഞ്ഞ് അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ തൽഫലമായി തുടർച്ചയായി ഇന്ന് 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എന്തെല്ലാം ഘടകങ്ങളാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാൻ സഹായിച്ചതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. രാവിലെ 10:35 25,700 എന്ന ലെവലിലുള്ള നിഫ്റ്റിയുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ഉച്ചതിരിഞ്ഞ് 2:35 25,700 എന്ന ലെവൽ വീണ്ടും മറികടക്കുവാൻ നിഫ്റ്റിക്ക് സാധിക്കുകയുമുണ്ടായി. തൽഫലമായി 141 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,713 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 479 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 92 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1361 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1581 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അദാനി പോർട്സ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, HDFC ലൈഫ്, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഹിൻഡാൽകോ, വിപ്രോ, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. IT മേഖലയ്ക്ക് ഇന്ന് 1.4% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ മെറ്റൽ സെക്ടറിന് 0.2% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം PSU ബാങ്കിന് 1.3% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇൻഫ്ര, FMCG, ഓട്ടോ തുടങ്ങിയ മേഖലകൾക്കും 0.5% നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ബോർഡർ മാർക്കറ്റ്സുകൾക്കും തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുവാനും സാധിച്ചു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.4%, സ്മോൾ ക്യാപ്പിന് 0.3% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായി. ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 10 പൈസയുടെ നേട്ടത്തോടുകൂടി 90.88 എന്ന ലെവലിലായിട്ടാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ട്രംപ് താരിഫിനേറ്റ തിരിച്ചടിയെ തുടർന്ന് കിറ്റസ് ഗാർമെന്റ്സ്, ട്രിഡന്റ്, വെൽസ്പൺ കോർപ്പ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് 6% നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമായി തന്നെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ട്രംപ് താരിഫിനെതിരായി അപ്രത്യക്ഷമായി വന്ന വിധി തന്നെയാണ്. ഇതിനെ തുടർന്ന് പിന്നീട് US പ്രസിഡന്റ് ലോകരാജ്യങ്ങൾക്ക് യൂണിഫോമിലി 15% താരിഫ് പ്രഖ്യാപിച്ചെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള താരിഫ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായി അത് ഇന്ത്യൻ മാർക്കറ്റിനെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിനടുത്ത കാലമായി ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണികളുടെ കാർമേഘം സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് മാറിയത് തന്നെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തന്നെ തുടരുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ബ്രെൻ ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നൊരു ഘട്ടത്തിൽ 1%-ലേറെ ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. നിലവിലാകെ 0.5%-നടുത്താണ് ഇടിവ് രേഖപ്പെടുത്തുന്നതെങ്കിൽ കൂടിയിട്ടും ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെട്ട ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലെ അതിശക്തമായ ഉയർച്ചയ്ക്ക് ശേഷം, അതായത് വ്യാഴം വെള്ളി ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ന് നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യ വിക്സില് 1.39% ഇടിവോടുകൂടി 14.16 എന്ന ലെവലിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്തിച്ചേരാത്തതിനെ തുടർന്ന് ഇന്ത്യ വിക്സിന് ഗണ്യമായ തോതിൽ ഇടിവ് രേഖപ്പെടുത്തുവാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയിട്ടും നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ഇന്ന് ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ട ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് പ്രോഫിറ്റ് ബുക്കിംഗിനെയും IT മേഖലയിലുണ്ടായ ഇടിവിനെയും കൂടാതെ വീക്കായിട്ടുണ്ടായിരുന്ന ഗ്ലോബൽ ക്യൂസിനെയൊക്കെ മറികടന്നുകൊണ്ട് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും ഇടയാക്കിയവ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെ 1% ഇടിവ് രേഖപ്പെടുത്തി
രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് ഒരു പരിധിവരെ റിക്കവർ നടത്തുവാനും സാധിച്ചു. തൽഫലമായി നിലവിൽ 111 പോയിന്റുകളുടെ നഷ്ടം മാത്രമേ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ രേഖപ്പെടുത്തുന്നുമുള്ളൂ. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരത്തിൽ തുടരുവാൻ സാധിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് 0.5% നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്നാകെ ജപ്പാൻ മാർക്കറ്റിന് മാത്രമേ 1% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. ചൈനീസ് മാർക്കറ്റിന് ഇന്ന് അവധിയായിരുന്നു. ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ നിലവിൽ 0.61%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.52% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.85% ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $72.32 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $66.13 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില $5151.67 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ട് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി പോർട്സ് ഗംഗാവാരം തുറമുഖത്ത് ഇരുമ്പയിര് മിശ്രിതവും കയറ്റുമതി ആവാസ വ്യവസ്ഥയും വികസിപ്പിക്കുന്നതിനായി NMDC ലിമിറ്റഡുമായി കൂടാതെ വെയിൽ SA-യുമായി കമ്പനി തന്ത്രപരമായ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. HAL പരിശീലന പറക്കലിനിടെ തേജസ് യുദ്ധവിമാനം ഇന്ന് തകർന്നു വീഴുകയുണ്ടായി. തൽഫലമായി ഇന്ന് 4% ഇടിവും സ്റ്റോക്കിൽ അനുഭവപ്പെട്ടു. അദാനി ഗ്രൂപ്പ് ഗുവാഹത്തി വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായി പുതിയ ഒരു ടെർമിനൽ കൂടി കമ്പനി ആഡ് ചെയ്യുന്നുണ്ട്. ഇതുവഴി 13.1 ദശലക്ഷമായിട്ട് എയർപോർട്ടിന്റെ ശേഷി വികസിക്കുകയും ചെയ്യും. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് മുംബൈയിലെ താനെയിൽ 18 ഏക്കർ ഭൂമിക്കായി സംയുക്ത വികസന കരാർ കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പദ്ധതിയിലൂടെ 7500 കോടി രൂപയിലധികം വരുമാന സാധ്യതയാണ് കമ്പനി കണക്കാക്കുന്നതും. TIL റൈറ്റ് ഇഷ്യൂ വഴി 200 കോടി രൂപ ഫണ്ട് സമാഹരിക്കുവാൻ കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. L&T മൈൻട്രി ഒരു യൂറോപ്യൻ മെഡ്ടെക് സ്ഥാപനവുമായി $100 മില്യൺ മൾട്ടി ഇയർ കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് AI ദത്തെടുക്കൽ ത്വരിതപ്പെടുത്തുന്നതിന് സർവീസ് നൗ എന്ന സ്ഥാപനവുമായി പങ്കാളിത്തം കമ്പനി സ്ഥാപിച്ചു. പൈൻ ലാബ്സ് പേയ്മെന്റ് അപ്ഗ്രേഡുകൾക്കായി ഇന്ത്യയിലെ മികച്ച 3 എണ്ണ കമ്പനികളുമായി ഒന്നിലധികം വർഷത്തെ കരാറുകളിൽ കമ്പനി ഒപ്പുവയ്ക്കുകയുണ്ടായി. കിങ്ഫ സയൻസ് രാജസ്ഥാനിലെ പുതിയ യൂണിറ്റിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിക്കുകയുണ്ടായി. GSK ഫാർമ 379.25 കോടി രൂപയുടെ GST ഡിമാൻഡ് ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.